ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ വീണ്ടും ഒരു യാത്രക്കുള്ള സമയമായി. വീണ്ടും നമ്മൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്, നാളെ സെക്കൻഡ് സാറ്റർഡേ ആണ്. ഇപ്പോൾ മറ്റേ പുതുച്ചേരി എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. അതിൻ്റെ തിരക്കാണ് പ്ലാറ്റ്ഫോമിൽ കാണുന്നത്. വാപ്പ് 7 തന്നെയാണ് ഇന്നും. പുതുച്ചേരി എക്സ്പ്രസ് എത്തി. ഇതിനകത്തേക്ക് ആൾക്കാരിനെ ഇടിച്ച് കയറും. ഉള്ള ജനറൽ ടിക്കറ്റ് മൊത്തം ഈ ട്രെയിനിലേക്ക് കയറും. അതുകൊണ്ട് നമ്മുടെ ട്രെയിന് ഞാനിന്ന് പോകുന്നത് 12686-നാണ്. നമ്മുടെ ട്രെയിനിന് കുറച്ച് ആശ്വാസം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താ അവസ്ഥ എന്നൊക്കെ കണ്ടറിയാം. ഇങ്ങനെ സീസൺ ടിക്കറ്റ് ഇടിച്ച് കയറുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെന്യുവിനായിട്ട് ടിക്കറ്റ് റിസർവ് ചെയ്ത യാത്രക്കാർ നല്ലോണം പാടുപെടാറുണ്ട്. കാര്യം അവർക്ക് കയറാനുള്ള ഗ്യാപ്പും കിട്ടില്ല, ലഗേജും ഒക്കെ ആയിട്ട് റിസർവേഷൻ ടിക്കറ്റുള്ള യാത്രക്കാരനെ ഏറ്റവും ബുദ്ധിമുട്ടാണ്. അങ്ങനെ പുതുച്ചേരി പുറപ്പെട്ടു. പ്ലാറ്റ്ഫോം ഏറെ കുറേ കാലിയായി. ഇപ്പം നമ്മൾ ട്രെയിനിൻ്റെ കയറി വരുന്നുണ്ട്. 12686 മാംഗ്ലൂർ ചെന്നൈ സൂപ്പർഫാസ്റ്റ്. ഈ റോഡിൻ്റെ 37180 വാപ്പ് 7 ആണ്. എട്ടാമത്തെ കോച്ചെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോൾ 9-ടുത്താണ് നിൽക്കുന്നത്. കുറേ ലഗേജ് ഉണ്ട്. ഇത് പൊതുവേ തിരക്കുറവാണ്. കാര്യം മുന്നിലൊരു വണ്ടി പോയി. മുന്നിലത്തെ വണ്ടി കുറേ തിരക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും. ആൾക്കാർ ജനറലോട് കറക്റ്റായിട്ട് ഓടിപ്പോയി കയറുന്നുണ്ട്. നമുക്കിന്നൊരു ഹംസഫർ കോച്ചാണിന്ന്. B2 ഒരു ഹംസഫർ കോച്ചാണ്. MCF പണിത ഹംസഫർ കോച്ചാണ്. ഞാൻ നമ്മുടെ കോച്ച് 196311. നമുക്ക് ഇതുവഴി ഞാൻ കയറിയേക്കാം. അങ്ങനെ നമ്മൾ കാസർഗോഡ് നിന്ന് പുറപ്പെട്ടു. ഇപ്പോൾ സമയം ഒരല്പം ലേറ്റാണ്. 5:38. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഒരു മോഡേൺ കോച്ച് ഫാക്ടറി റായ്ബറേലി ബിൽഡ് ചെയ്ത ഹംസഫർ കോച്ചാണ്. പിന്നെ ഇൻറ്റീരിയേഴ്സിന് നല്ല വ്യത്യാസമുണ്ട്. ഇൻറ്റീരിയേഴ്സ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഉള്ളിൽ പോയി കാണിച്ചു തരാം. ഇൻറ്റീരിയേഴ്സിൽ നല്ല വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അവർ. മുകളിലേക്ക് കയറാനുള്ള പടിയും എല്ലാം തന്നെ വ്യത്യസ്തമാണ്. നമ്മളങ്ങനെ ചന്ദ്രഗിരി പൈസാവലി നദിയെ കടക്കുകയാണ്. കാസർഗോഡ്, അതായത് തുളുനാടും കേരളവും തമ്മിലുള്ള സെപ്പറേഷനാണ് ഈ ചന്ദ്രഗിരി നദി എന്ന് പറയുന്നത്. ഇവിടെ ഹംസഫർ വെൽക്കംസ് യു ഓൺ ബോർഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്.
ഇതിന് ടോയ്ലറ്റുകൾ തന്നെ കുറച്ച് വ്യത്യസ്തമാണ്. വളരെ ക്ലീനാണ് വണ്ടിയുടെ ടോയ്ലറ്റ്, വളരെ ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റാണ്. വളരെ ക്ലീൻ ടോയ്ലറ്റാണ്. ഇതിനകത്ത് വളരെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന സാധനമാണ്. ഇത് ഡയപ്പർ ചേഞ്ച് ചെയ്യാനുള്ള പോഡാണ്. കുട്ടികളെ ഇവിടെ ഇരുത്തുമ്പോൾ ഡയപ്പർ മാറ്റാം. വളരെ വ്യത്യസ്തമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇനി ഇൻറ്റീരിയേഴ്സ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. മുകളിലോട്ട് കയറാൻ നല്ലൊരു സ്റ്റെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ കളറിംഗ് ഒക്കെ വ്യത്യാസമാണ്. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്പോൾസ്ട്രിയാണ്. പിന്നെ അതുപോലെ അവർ മുകളിലോട്ട് കയറാൻ നല്ലൊരു സ്റ്റെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്ത് പിന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ്. മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർസ് ശ്രദ്ധിച്ചു, വളരെ ഡിഫറെൻ്റ് ആണ്. ഫുൾ ഡിസ്റ്റൻസ് ചവിട്ടി കയറാനുള്ളതുണ്ട്. അപ്പോൾസ്ട്രി വ്യത്യാസമുണ്ട്, കളർ വ്യത്യാസമുണ്ട്. അതുപോലെ ഇൻറ്റീരിയേഴ്സ് മൊത്തത്തിൽ കുറേ കൂടി പ്ലസൻ്റ് ആണ്. ഇൻഡിവിജ്വൽ റീഡിംഗ് ലാംപ്സ് ഒക്കെ ഉണ്ട്. ഇതാണ് ഒറിജിനൽ ഹംസഫർ ഡിസൈൻ. അതുപോലെ സൈഡ് ലോവർ ബർത്തിനും അവരൊരു സെപ്പറേറ്റ് ബർത്ത് തന്നിട്ട് ഞാൻ കാണിച്ചു തരാം. നേരത്തെ അതുപോലെ സിംഗിൾ പീസ് സൈഡ് ലോവർ ബർത്താണ്. ഇവിടെ ഒരു പീസ് ഉണ്ട്. ഈ കാണുന്ന ബർത്തിനെ നമ്മുടെ സാധാരണ രീതി ചെയ്യുന്ന പോലെ തന്നെ സൈഡ് ലോവർ ഓപ്പൺ ചെയ്തിട്ട് ഇതെടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കട്ടിൽ കിടക്കുന്ന ഫീലിംഗ് കിട്ടും. അത്രേ ഉള്ളൂ. ആ പോയത് ചെന്നൈ മംഗളൂർ എക്സ്പ്രസ് ആയിരുന്നു. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ബേക്കൽ ബീച്ചാണ്. സൺസെറ്റ് സമയമാണ്. ഈ യാത്രയിലൂടെ ഒരുപാടൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളിപ്പോൾ ജസ്റ്റ് കാഞ്ഞങ്ങാട് നിന്ന് പുറപ്പെട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നു. സ്പീഡ് പിടിച്ചു തുടങ്ങിയിട്ടില്ല, അത്രേ ആയിട്ടുള്ളൂ. ചെറുവത്തൂർ എക്സ്പ്രസ് ആയിരുന്നു പോയത്, കണ്ണൂർ ചെറുവത്തൂർ എക്സ്പ്രസ്. ഇതിന് തൊട്ടുപിറകെ കൊച്ചുവേളി, യോഗനഗരി, ഋഷികേശ് എക്സ്പ്രസ് പാവം ഉരുണ്ടുരുണ്ട് തേഞ്ഞ് വരുന്നുണ്ട്. കാര്യം ഈ സാധനം ചെറുവത്തൂരെത്തി ലൂപ്പ് ലൈനിൽ കയറുന്ന വരെ അതിനെ കടത്തി വിടില്ല അവർ. അപ്പോൾ നമ്മൾ അധികം താമസിച്ചത് അതിനെ ഇപ്പോൾ ക്രോസ് ചെയ്യുമായിരിക്കും. നമ്മൾ ജസ്റ്റ് ചന്തേര കഴിഞ്ഞു.
ചന്ദന വെച്ച് അങ്ങനെ ക്രോസ് ചെയ്ത് മിക്കവാറും യോഗനഗരി ഋഷികേശ് എക്സ്പ്രസ് പയ്യന്നൂർ നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ തൃക്കരിപ്പൂർ ഔട്ടറിൽ വന്ന് നിൽക്കുന്നുണ്ടാവും. ഫോർ ചേഞ്ച് ട്രെയിനിലുള്ള കാറ്ററിങ്ങിൽ നിന്ന് ഇപ്രാവശ്യം ഫുഡ് മേടിക്കാമെന്ന് വെച്ചു. സൽക്കാരമായിട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ വെജ് ബിരിയാണി മേടിച്ചിരിക്കുന്നത് തലശ്ശേരി നല്ല കൂടിയെന്ന് ജയസ് കാറ്ററേഴ്സാണ്. എങ്ങനെയുണ്ട് ഭക്ഷണം നോക്കാം. റൈസും കുറച്ച് പച്ചക്കറി ഉണ്ട്, പിന്നെ റൈത്ത വന്നിട്ടുണ്ട്. റൈത്തയും ഒരു പിക്കളുണ്ട്. അങ്ങനെ നമ്മൾ ഷൊർണൂർ ജംഗ്ഷൻ എത്തി. വിടാറായിട്ട് കുറച്ച് ഇപ്പോൾ മണി 9:53 55 നമ്മളിവിടുന്ന് വിടും. 55 10 മണിയാണോ അറിയില്ല നമ്മളിവിടുന്ന് വിടുന്ന സമയം. അങ്ങനെ നമ്മൾ ഷൊർണൂരിൽ വണ്ടി എടുത്തു. 2 മിനിറ്റ് ലേറ്റാണ്. 55 57 ഇറങ്ങി. തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ തൃശ്ശൂർ പാസഞ്ചർ നിൽക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം ഈ ട്രെയിൻ യാത്ര ചെയ്യുന്നൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതാണ് 6461 ഷൊർണൂർ തൃശ്ശൂർ നിൽക്കുന്നു. അപ്പം ഇന്നത്തെ യാത്ര എങ്ങോട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലേ. നമ്മൾ യാത്ര ചെയ്യുന്ന പാലക്കാട് വരെയാണ്. ഇപ്പം നമ്മൾ ഷൊർണൂർ എത്തി. അടുത്ത സ്റ്റോപ്പ് പാലക്കാടാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. നമുക്ക് മുന്നേ പോയി പോണ്ടിച്ചേരി എക്സ്പ്രസ് ഇവിടെ ഏതോ ഒരു പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നുണ്ട്. അതിനെ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. കാര്യം ഞാനിപ്പോൾ നോക്കിയപ്പോഴും ട്രെയിൻ അറ്റ് ഷൊർണൂർ ജംഗ്ഷൻ കാണിച്ചത്. അത് തൊട്ടപ്പുറത്ത് കിടക്കുന്നു. പ്ലാറ്റ്ഫോം നമ്പർ 2 കിടക്കുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂർ എക്സ്പ്രസ് സ്പെഷ്യലിൽ നിന്ന് വാപ്പ് 4 ആണ് 22570 അരക്കോണത്തിൻ്റെ. ഇതോ അപ്പുറത്ത് 3044 ഈറോഡ് പോണ്ടിച്ചേരി എക്സ്പ്രസ് ആയിട്ട് നിൽക്കുന്നത് കാണാം. പോണ്ടിച്ചേരി എക്സ്പ്രസ് നമ്മൾ ഇവിടെ വെച്ചാണ് ഓവർടേക്ക് ചെയ്യുന്നത്. നമ്മൾ പോണ്ടിച്ചേരി എക്സ്പ്രസ്സിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഈ ഓവർടേക്ക് ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ടു. ഇനി അടുത്ത സ്റ്റോപ്പ് പാലക്കാടാണ്. പാലക്കാട് എത്തിയിട്ട് കാണാം. അപ്പം നമ്മളങ്ങനെ പാലക്കാടെത്തി. യാത്രയോടെ അവസാനിക്കുകയാണ്. ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കട്ടെ. കമൻറ്റ്സ് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.